വികസനം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റിലേക്ക് വെക്കലോ 1-2 ലക്ഷം റുപ്യക്ക് ഒരു റോഡ് വെട്ടലാണോ വികസനം? അതൊരു വാർഡ് മെമ്പറെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മഞ്ഞളാംകുഴി അലി മത്സരിക്കുകയാണെങ്കിൽ UDF വിജയിക്കും. UDF റഷീദ് അലി എന്നാലും ജയിക്കും, അബ്ദുള്ള നവാസ് എന്നാലും, LDFന്റെ ആര് എന്നാലും 100% വിജയിക്കും. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി ഏതാണ്ട് 2 മാസം കൂടി ഉള്ളൂ. മങ്കട മണ്ഡലത്തില് ആര് മത്സരിക്കുമെന്ന കാര്യത്തില് പല ചർച്ചകളും നടക്കുന്നുണ്ട്. UDFലും LDFലും. UDFിലെ മഞ്ഞളാംകുഴി അലി MLA തന്നെ മത്സരിക്കാൻ സാധ്യതയെന്നാണ് UDFന്റെ പ്രധാന നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ചാനലിനോട് ഒരിക്കൽ പറഞ്ഞത്, നേതൃത്വം തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ മത്സരിക്കാനാണ് സാധ്യത. അപ്പോൾ LDFിലെ ആര് മത്സരിക്കുമെന്ന ചർച്ച നടക്കുന്നുണ്ട്. നേരത്തെ 2 പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട TK റഷീദ് അലി വരുമോ, അതോ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ അബ്ദുള്ള നവാസ് വരുമോ, അതോ വേറെ ഏതെങ്കിലും പുതുമുഖങ്ങൾ വരുമോ എന്ന ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ മങ്കടയിലെ CPMന്റെ പ്രധാന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം, അതുപോലെ തന്നെ CPM പ്രവർത്തകരോട് ചോദിക്കാം, മങ്കട മണ്ഡലത്തിലെ CPMലെ LDFന് ഇത്തവണ ജയിക്കാൻ കഴിയുമോ, UDFില് ആരാവും മത്സര രംഗത്തുണ്ടാവുക എന്നതൊക്കെ ജനങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളോട് തന്നെ ചോദിക്കും. LDFിലെ സ്ഥാനാർത്ഥി ആരാവുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കൊടക്കാട്ടരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബഷീർ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോ 2 പ്രാവശ്യം TK റഷീദ് അലി മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ മഞ്ഞളാംകുഴി അലി MLA ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് 500 കോടി രൂപയുടെ മുകളിൽ വികസനം നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. LDFന്റെ ആര് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നുള്ള ചർച്ച നടക്കുകയാണല്ലോ. അപ്പോൾ ആര് വരാനാണ് സാധ്യത എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത്, വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഉറപ്പായിട്ട് വിജയിക്കുന്ന ആള് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അത് എങ്ങനെയാ കാണേണ്ടത്? അതാ കാര്യത്തിൽ അത്തരത്തിലുള്ള പറയാന് അതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ ഈ മങ്കട മണ്ഡലം തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും LDF നിർത്തുക. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ MLAന്റെ വികസനം അപ്പൊ സംസ്ഥാന സർക്കാർ അവഗണന ഒന്നും തരുന്നില്ല എന്ന് പറയും. പിന്നെ എവിടുന്ന ഈ വികസനം നടത്തിയത്? വികസനം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റിലേക്ക് വെക്കലോ 1-2 ലക്ഷം റുപ്യക്ക് ഒരു റോഡ് വെട്ടലാണോ വികസനം? അതൊരു വാർഡ് മെമ്പറെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ മണ്ഡലത്തിൽ MLA അതിന്റെ സ്ഥിതി UDF ഭരിച്ചതിന് ശേഷം ഒരു 10 ആൾക്ക് തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സംരംഭം എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ എടുത്തു കാണക്കപ്പെട്ട ഒരു വികസനം എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയട്ടെ. അല്ലാതെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 1-2 ലക്ഷം റുപ്യ റോഡ്, അതൊരു വാർഡ് മെമ്പർ, ഞാൻ 5 വർഷം മെമ്പറായതാണ്. 10 സ്ട്രീറ്റ് വെച്ച് ഒരു വാർഡ് മെമ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കൊടക്കാട്ടൂർ പഞ്ചായത്തിൽ. അപ്പൊ അതിലൊന്നും വല്ല അർത്ഥമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് MLAയുടെ വികസന പ്രവർത്തനങ്ങൾ ഓക്കെ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം തന്നെ മത്സര രംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. LDFന്റെ TK റഷീദ് അലി അല്ലെങ്കിൽ പിന്നെ പല ആളുകളും പറയുന്നത് അബ്ദുള്ള നവാസിനെ കുറിച്ചാണ്. അദ്ദേഹം CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പോ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആരെ പ്രതീക്ഷിക്കണം ഇവിടെയുള്ള വോട്ടർമാര്, ജനങ്ങൾ? അല്ല, അത് ആരാണ് എന്നുള്ള കാര്യത്തിലൊക്കെ നല്ലൊരു സ്ഥാനാർത്ഥി വരും. അത് പാർട്ടിന്റെ ഉയർന്ന നേതൃത്വം, സംസ്ഥാന കമ്മിറ്റിയാണ് അത് നിർത്തുക. അതിലൊന്നും പ്രാദേശിക ഘടകത്തിനൊന്നും അഭിപ്രായം പറയാനോ കഴിയൂല, അറിയില്ല. പിന്നെ അറിയാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം തർപ്പിച്ച് പറയാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDFന്റെ വിജയം സുനിശ്ചിതമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. നിലവിലുള്ള MLA മങ്കടിയിൽ നിന്ന് തുടങ്ങി ഈ മങ്കടിയിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുന്നു. മങ്കട മണ്ഡലത്തില് UDF മഞ്ഞളാംകുഴി അലി MLA ആയിരിക്കാൻ വീണ്ടും മത്സരിക്കുക. LDFില് പല പേരുകളും വരുന്നുണ്ട്. ജയിക്കുമെന്നാണ് നേതാക്കളൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ് മത്സരിച്ച് ജയിക്കുക? അലിക്കാക്ക് ജയിക്കും. അദ്ദേഹത്തെ കുറിച്ച് ഈ CPMകാരൊക്കെ പറയുന്നത് ഇത്തവണ അദ്ദേഹത്തിന്റെ പരാജയത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തേണ്ടി വരും. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി നിന്ന് ആരെന്നാലും ജയിക്കുന്നവരാണ്. അപ്പൊ താങ്കൾക്ക് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണമല്ല, ഒരു രാഷ്ട്രീയമല്ല പറയണേ, നമ്മളതല്ലോ സ്പഷ്ടമായിട്ടും സംസാരിക്കും. എങ്ങനെയാ അദ്ദേഹത്തിന്റെ ജയിക്കാനുള്ള ഘടകങ്ങൾ എന്താണ് ചേട്ടൻ? അയാള് വലിയ കുഴപ്പമില്ലാത്ത ആളാണ്. പിന്നെ ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ അലിക്കാക്കാണ് സാധ്യത. പിന്നെ ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ അലിക്കാക്കാണ് സാധ്യത. മങ്കട മണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലി ജയിക്കും, ഉറപ്പാണ്. അപ്പോ ഇവിടെ LDFനും UDFനും തുല്യ പ്രാധാന്യമുണ്ട്. തവണ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരുമെന്ന് ഇതുവരെ പാർട്ടിയിൽ നിന്നും ഒരു തീരുമാനവും വന്നിട്ട് യാതൊരു വിധത്തിലുള്ള അറിവും വല്ല ചാനലിലും വന്നിട്ടില്ല. മറിച്ച് UDFന്റെ സ്ഥാനാർത്ഥി
ഇപ്പോൾ ഉള്ള MLA തന്നെയാണെങ്കിൽ ഈ കുരുക്കിൽ നിന്ന് കൂടുക എന്നല്ലാതെ കുരുക്ക് മുറുകിക്കൊണ്ട് പോകുക എന്നല്ലാതെ കുരുക്ക് ഒരിക്കലും അഴിഞ്ഞു പോകുമെന്നുള്ളത് ഓട്ടോക്കാർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ യാതൊരു അഭിപ്രായവും അതിലില്ല. അത് കൂടി തന്നെ പോകുള്ളൂ. കാരണം ഈ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണയിലും ഇപ്പോൾ മങ്കട മണ്ഡലത്തിലും നിന്നിട്ടും ഈ അങ്ങാടിപ്പുറം മേൽപ്പാലവും അതുപോലെ മക്കരാപറമ്പും മങ്കടയും ഈ ടൗണുകളൊക്കെ തന്നെ എത്രമാത്രം കുരുക്കിലേക്കാ പോകുന്നു എന്നല്ലാതെ അത് വികസനത്തിന്റെ പാതയിലേക്ക് എവിടെ എത്തി എന്നുള്ളത് ദിനം ഓട്ടോ തൊഴിലാളികൾ ഏതാ റോഡുകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഓട്ടോ തൊഴിലാളികൾക്ക് അറിയുന്നതിലപ്പുറം മറ്റുള്ള ആളുകൾക്ക് അറിയുന്നില്ല. ഓട്ടോ തൊഴിലാളികളും ബസ് യാത്രക്കാരുമാണ് ഈ ഗതാഗത കുരുക്കിനെ ഏറ്റവുമായിട്ട് അത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റഷീദ് അലി എന്നാലും ജയിക്കും, അബ്ദുള്ള നവാസ് എന്നാലും LDF-ന്റെ ആര് എന്നാലും 100% ജയിക്കും. എന്താ അങ്ങനെ തോന്നാൻ കാരണം ഈ മഞ്ഞളാംകുഴിയാലി നിന്നിട്ട് ഈ മണ്ഡലത്തില് ഈ മേൽപ്പാലത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി. ഒരു പെരിന്തൽമണ്ണക്ക് ഇവിടെ നിന്ന് എത്തണമെങ്കിൽ ചുരുങ്ങിയത് ചില സമയങ്ങളിൽ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വരും പോയി വരാൻ. അത്രയും ബ്ലോക്കാണ്. മഞ്ഞളാംകുഴിയാലി ഉണ്ടാക്കിയ ഒരു വിപത്താണിത്. അത് കാരണം മഞ്ഞളാംകുഴിയാലിനെ ഇപ്രാവശ്യം മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും 100% മഞ്ഞളാംകുഴിയാലി ഇവിടെ പൊട്ടുന്നില്ല ഒരു ഉറപ്പാണ്. അരിക്കാക്കു തന്നെ ജയിക്കും ഇവിടെ മങ്കട. അങ്ങനെ അദ്ദേഹത്തിന് അത്രയും വീണ്ടും ജയിക്കുമെന്നുള്ള ഉറപ്പ് മങ്കട മൂപ്പര് ലേശിച്ച എന്താണ് അധ്വാനം കാണിച്ചിട്ടുണ്ട്. മൂപ്പര് പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മങ്കട മൂപ്പര് കൊണ്ടുപോകും. മഞ്ഞളാംകുഴിയാലി തന്നെ ജയിക്കും. മഞ്ഞളാംകുഴിയാലി തന്നെ കൊണ്ടുപോകും. ഒരു മാറ്റമില്ല. അതില്ല. കണ്ടുകൊടുത്തോളം നമ്മൾ അങ്ങനെ കാണുന്നത്. മഞ്ഞളാംകുഴിയാലി മത്സരിക്കുകയാണെങ്കിൽ UDF വിജയിക്കും. UDF വിജയിക്കും. അപ്പൊ അത്രയും വലിയ ഒരു ആത്മവിശ്വാസത്തിന്റെ കാരണം എന്താണ്? അത് UDF-ന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. മങ്കട മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല ഉഷാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് UDF-ന്റെ വീണ്ടും വരാൻ തന്നെയാണ് ഇവിടെ 100% ഉറപ്പാണല്ലേ. ഇലക്ഷനില് ചർച്ചയാവുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത്തവണ ഇവിടെ ചർച്ചയാകുന്ന വിഷയം, ഒന്ന് നമ്മുടെ ഈ അങ്ങാടിപ്പുറം പാലം തന്നെയാണ്. 2 മക്കരപറമ്പ് മങ്കട പോലുള്ള ഇടുങ്ങിയ പ്രദേശങ്ങളിൽ സംഗമിക്കുന്ന ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയും അതിലൂടെ പാലത്തിന്റെ മികവ് കുറവ്, അതായത് പ്ലാനിങ്ങിൽ വന്ന മിസ്റ്റേക്കുകളും തന്നെയാണ് ജനങ്ങൾ ചർച്ചയായി കൊണ്ടുനടക്കാൻ പോകുന്നത്. രണ്ടാമത് വരുന്നത് ഇവിടെ ബൈപ്പാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. ബൈപ്പാസിന് വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് MLA-ന്റെ വഴിക്കൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. UDF MLA ആയ മഞ്ഞളാംകുഴിയാണ് ഇവിടെ MLA ആയി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ജനം എന്തായാലും ഒരു നടപടി ഈ വോട്ടിങ്ങിലൂടെ കൊണ്ടുവരും എന്നാണ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. മങ്കട മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് LDF-നാണോ UDF-നാണോ സാധ്യത? UDF-ന്റെ നിലവിലെ MLA മഞ്ഞളാംകുഴിയാലി MLA ജയിക്കുമോ? LDF-ലെ നേരത്തെ മത്സരിച്ച TK റഷീദ് അലി ആണോ? അത് പല ആളുകളും ചർച്ച ചെയ്യുന്ന അബ്ദുള്ള നവാസ് ആണോ മത്സരരംഗത്ത് വരിക? ഇതൊക്കെയായിരുന്നു നമ്മുടെ പൊതുജനങ്ങളോട് അഭിപ്രായം തേടിയത്. അപ്പോൾ CPM-ന്റെ പ്രവർത്തകർ, ഭാരവാഹികൾ ആയ ആളുകളൊക്കെ പറഞ്ഞത് ഇത്തവണ ജയിക്കാവുന്ന സ്ഥാനാർത്ഥി മങ്കടയിൽ LDF-നായി വരും. അത് ആരാണെന്നുള്ള കാര്യമൊന്നും തീരുമാനം ആയിട്ടില്ല. അപ്പൊ ആര് വന്നാലും ഇത്തവണ LDF-ന് വിജയം ഉറപ്പാണെന്ന് പറയുന്നു. അതുപോലെ ചോദിച്ച പല ആളുകളും, ചില ആളുകൾ പറഞ്ഞത് LDF ഇവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണെന്ന് പറയുന്നു. അതുപോലെ UDF-ന്റെ ഇതായ ആളുകളാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് UDF ജയിക്കും, ഉറപ്പാണ്, മഞ്ഞളാംകുഴിയാലി തന്നെ ഇവിടെ വീണ്ടും ജയിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാവുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് ഈ മേൽപ്പാലം, അങ്ങാടിപ്പുറത്തെ മേൽപ്പാലം, പിന്നെ മക്കരപ്പറമ്പിലെയും മങ്കടയിലും ഗതാഗതക്കുരുക്ക്, ഇതൊക്കെ ഓരോരുത്തരും എടുത്തു പറയുകയുണ്ടായി. അപ്പൊ ഇത്തവണ മങ്കടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാവുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഇത്തവണ UDF-ന് ഒരുപക്ഷെ മങ്കട വലിയൊരു മത്സരത്തിലേക്ക് കടന്നാൽ കീറാമുട്ടിയായി മാറിയേക്കാം. അപ്പൊ ആര് ജയിക്കുമെന്ന പല ആളുകളും പറഞ്ഞ് ജനം തീരുമാനിക്കും. അവരെന്ത് തീരുമാനിച്ചേക്കണമെന്ന് അറിയില്ല. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ജനമാണ് തീരുമാനം എടുക്കുക. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.